ഒമാനിൽ വിവിധ ജോലികൾക്ക് ഏർപ്പെടുത്തിയ വിസ നിരോധനം നീട്ടി. ഈ മാസം 1-ന് അവസാനിച്ച നിരോധനം നീട്ടിയത് 6 മാസത്തേക്ക്. തീരുമാനം തൊഴിൽ മേഖലയെ നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി. MTയുടെ രണ്ടാം ഊഴം സിനിമയാക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ പിന്തുണ. മലയാളത്തിൽ സിനിമയുടെ പേര് രണ്ടാം ഊഴം തന്നെ, മറ്റിടങ്ങളിൽ പേര് മഹാഭാരത. സിനിമ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും പ്രധാനമന്ത്രി. കന്നുകാലി കശാപ്പു നിയന്ത്രണ വിജ്ഞാപനത്തിൽ കേന്ദ്രം ഭേദഗതി വരുത്തിയേക്കും. ആശയക്കുഴപ്പം ഒഴിവാക്കാൻ തയ്യാറെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ. വിജ്ഞാപനത്തിനെതിരായ പരാതികൾ കേന്ദ്രം പരിശോധിക്കുന്നു. ബീഫ് കഴിക്കുന്നതിനോടോ കശാപ്പിനോ നിയന്ത്രണമില്ലെന്ന് മന്ത്രി. ന്യൂനപക്ഷങ്ങളെ എന്നും ശത്രുപക്ഷത്ത് നിർത്തുന്ന BJPയോട് എങ്ങനെ അടുക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി. അമിത്ഷാ ദേഷ്യത്തോടെ വാശി പിടിച്ചാൽ സീറ്റ് കിട്ടില്ല. BJP നേതാക്കൾ ശൈലി മാറ്റി ജനകീയരാകാൻ അമിത്ഷായുടെ നിർദ്ദേശം. ഒരു MLA ഉള്ളതിൽ CPM നേതൃത്വം സന്തുഷ്ടരായിരിക്കണമെന്നും ദേശീയ നേതൃത്വം തൃപ്തരല്ലെന്നും അമിത്ഷാ. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പാകിസ്ഥാനെ 125 റൺസിന് തോൽപ്പിച്ചു. രോഹിത് ശർമ്മയ്ക്കും ധവാനും കോഹ്ലിക്കും യുവരാജിനും അർദ്ധ സെഞ്ചുറി. MT വാസുദേവൻ നായരുടെ നോവൽ രണ്ടാം ഊഴത്തെ ആധാരമാക്കി നിർമ്മിക്കുന്ന സിനിമയ്ക്ക് പ്രധാനമന്ത്രിയുടെ പിന്തുണ. 1000 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന സിനിമ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാക്കും. മലയാളത്തിൽ സിനിമയുടെ പേര് രണ്ടാം ഊഴം എന്നാണെന്ന് സംവിധായകൻ VS ശ്രീകുമാർ മേനോൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന സിനിമ അടുത്ത വർഷം പകുതിയിൽ ചിത്രീകരണം തുടങ്ങും. സിനിമയുമായി സഹകരിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. 1000 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന മഹാഭാരത സിനിമയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രധാനമന്ത്രി നൽകിയതായി സിനിമയുടെ നിർമ്മാതാവും പ്രവാസി വ്യവസായിയുമായ BR ഷെട്ടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. I got a letter from his office saying that Make in India program. Please Shetty, congratulations. This is a Make in India program for the world. Caption, keep it ready. This is what I got a letter and I'm going on 17th to Modi ji. മലയാളത്തിൽ സിനിമയുടെ പേര് MTയുടെ നോവലിന്റെ പേരായ രണ്ടാം ഊഴം എന്നായിരിക്കും. മഹാഭാരത എന്ന പേരിടുന്നതിനെ കുറിച്ച് ഉയർന്ന വിമർശനങ്ങളെ തുടർന്നല്ല പേര് മാറ്റിയതെന്നും സംവിധായകൻ VS ശ്രീകുമാർ മേനോൻ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി. രണ്ടാം ഊഴം എന്നാണ് മലയാളത്തിൽ ഈ സിനിമയുടെ പേര്. മറ്റു ഭാഷകളിലെല്ലാം ഇത് മഹാഭാരതം ബേസ്ഡ് ഓൺ MT വാസുദേവൻ നായർസ് നോവൽ രണ്ടാം ഊഴം എന്നാണ് ഈ പടത്തിന്റെ ടൈറ്റിൽ. മോഹൻലാൽ ഭീമനാകുന്ന സിനിമയിൽ ബാഹുബലിയുടെ അണിയറ പ്രവർത്തകരും ഹോളിവുഡിൽ നിന്നുള്ള സാങ്കേതിക പ്രവർത്തകരും അണിനിരക്കും. 2 ഭാഗങ്ങളായി ഒരുക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിന് വേദിയൊരുക്കാൻ രാജസ്ഥാൻ, കർണാടക സർക്കാരുകൾ രംഗത്തു വന്നിട്ടുണ്ടെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗം. ഒരു മലയാള സിനിമ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയാണ്. രണ്ടാം ഊഴത്തിനായി കാത്തിരിക്കാം. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം അബുദാബിയിൽ നിന്നും ഐപ്പ് വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്. ജിദ്ദയിലുള്ള തലശ്ശേരിയിലെയും സമീപ പ്രദേശത്തുകാരുടെയും കൂട്ടായ്മയായ തലശ്ശേരി ഏരിയ വെൽഫെയർ അസോസിയേഷൻ ജിദ്ദയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചെറഫിയ കിനാൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഇഫ്താറിനോടനുബന്ധിച്ച് നടന്ന സംഗമത്തിൽ തവ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് KSA അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ അസീസ് മാഹി സക്കാത്തിനെ കുറിച്ച് സംസാരിച്ചു. തവ വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഹിന്ദി, ജാഫർ അലി പാലക്കോട്, ഷംസുദ്ദീൻ പായത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കന്നുകാലി കശാപ്പു നിയന്ത്രണ ഉത്തരവിൽ മാറ്റം വരുത്തിയേക്കുമെന്ന് സൂചന നൽകി കേന്ദ്ര സർക്കാർ. ഉത്തരവിനെതിരായ പരാതികൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു. നിലവിൽ ബീഫ് കഴിക്കുന്നതിനോ കശാപ്പിനോ നിയന്ത്രണമില്ലെന്നും ഹർഷവർദ്ധൻ പറഞ്ഞു. കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനത്തിനെതിരെ രാജ്യവ്യാപകമായി ഉയരുന്ന പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ വഴങ്ങിയേക്കും എന്ന സൂചനയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ നൽകുന്നത്. വിജ്ഞാപനത്തിനെതിരായി ലഭിച്ച പരാതികൾ പരിശോധിച്ചു വരികയാണ്. ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്രം തയ്യാറാണ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും ഹർഷവർദ്ധൻ പറഞ്ഞു. इसके बारे में मिसकंसेप्शन हुआ है तो हमने फिर भी कहा है कि कोई भी हमें रिप्रेजेंटेशन जो मिलेगा या मिले हैं हम उनको पूरे प्रामाणिकता से और पूरी ऑब्जेक्टिविटी के साथ उनका विश्लेषण करेंगे. हमारा इस बारे में
कोई किसी किस्म का कोई ये प्रेस्टीज इशू का विषय ही नहीं है. നിലവിൽ ബീഫ് കഴിക്കുന്നതിനോ കശാപ്പിനോ നിയന്ത്രണമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരക്കുകയായിരുന്നെന്നും ഈ തെറ്റിദ്ധാരണയും ആശങ്കയും കേന്ദ്രം അകറ്റുമെന്നും മന്ത്രി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ കേരള സന്ദർശനത്തിൽ ആശങ്കയില്ലാതെ മുസ്ലിം ലീഗ്. ദേഷ്യം പിടിച്ചാൽ ഉണ്ടാകുന്നതല്ല സീറ്റുകൾ എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി അമിത് ഷായോട് പരിഹാസ രൂപത്തിൽ പ്രതികരിച്ചത്. കോഴിക്കോട് ചേർന്ന ലീഗിന്റെ ആദ്യ രാഷ്ട്രീയകാര്യ ഉപദേശക സമിതി യോഗം പാർട്ടി പ്രവർത്തനം രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ സന്ദർശനത്തോടെ ഇല്ലാതാകുന്നതല്ല കേരളത്തിന്റെ മതേതര മനസ്സെന്ന് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയകാര്യ ഉപദേശക സമിതി യോഗം വിലയിരുത്തി. അതുകൊണ്ട് തന്നെ അമിത് ഷായുടെ സന്ദർശനത്തിൽ ആശങ്കയില്ല. വോട്ടിന്റെ കണക്കല്ല, സീറ്റാണ് വേണ്ടതെന്ന് BJP സംസ്ഥാന നേതാക്കളോട് കർശന ഭാഷയിൽ നിർദ്ദേശിച്ച അമിത് ഷായോട് PK കുഞ്ഞാലിക്കുട്ടി പരിഹാസ രൂപത്തിലാണ് പ്രതികരിച്ചത്. ദേഷ്യം പിടിച്ചിട്ട് സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടുമോ? ജനങ്ങൾ വോട്ട് ചെയ്താലല്ലേ കിട്ടുള്ളൂ. അതുണ്ടാവും തോന്നുന്നില്ല. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്താൻ കോഴിക്കോട് ചേർന്ന ആദ്യ രാഷ്ട്രീയകാര്യ ഉപദേശക സമിതി യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള വിദഗ്ധരുടെ യോഗം വിളിക്കും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മതേതര ബദലിനുള്ള നീക്കത്തിൽ മുസ്ലിം ലീഗ് സംതൃപ്തി രേഖപ്പെടുത്തി. രാഷ്ട്രീയകാര്യ ഉപദേശക സമിതി ചെയർമാൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, ദേശീയ അധ്യക്ഷൻ KM ഖാദർ മൊയ്തീൻ, ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MP തുടങ്ങിയവർ പങ്കെടുത്തു. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ബൂത്ത് തലത്തിലേക്ക് ഇറങ്ങി ജനകീയരാകാൻ അമിത് ഷായുടെ നിർദ്ദേശം. ഒരു MLA ഉള്ളതിൽ സംസ്ഥാന നേതൃത്വം സന്തുഷ്ടരാകാം, എന്നാൽ ദേശീയ നേതൃത്വം തൃപ്തരല്ല. പരസ്പരം വടം വലിക്കാതെ ഒരുമയോടെ പ്രവർത്തിക്കാനും നിർദ്ദേശിച്ച് അമിത് ഷാ കേരള സന്ദർശനം പൂർത്തിയാക്കി. ശൈലി മാറ്റത്തിന് ആഹ്വാനം ചെയ്താണ് അമിത് ഷായുടെ മടക്കം. വോട്ട് ശതമാനമല്ല, വിജയം മാത്രമാകണം ലക്ഷ്യം. ചുമതലകളിൽ വീഴ്ച വരുത്തുന്നവർക്ക് സ്ഥാനമുണ്ടാകില്ല. ജില്ലാ നേതാക്കളാണെങ്കിലും സംസ്ഥാന നേതാക്കളാണെങ്കിലും ജനകീയരാകണം. അതിന് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കണം. അടിത്തറ ശക്തമാക്കിയാലേ ലക്ഷ്യം നേടാനാകൂ. ഒരു നിയമസഭാംഗത്തെ ലഭിച്ചതിൽ സംസ്ഥാന നേതൃത്വത്തിനുള്ള സംതൃപ്തി കേന്ദ്ര നേതൃത്വത്തിനില്ലെന്നും അമിത് ഷാ വ്യക്തമാക്കി. കേരളത്തിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. നിലവിൽ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന 65ഓളം വരുന്ന മുഴുവൻ സമയ BJP പ്രവർത്തകരോട് ബൂത്ത് തല പ്രവർത്തനം ശക്തമാക്കാനും അമിത് ഷാ നിർദ്ദേശിച്ചു. ഇന്നത്തെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും അടുത്ത 6 മാസത്തെ ഇവരുടെ പ്രവർത്തനം. വിഭാഗീയതകൾ തലപൊക്കരുതെന്ന മുന്നറിയിപ്പും സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അമിത് ഷായുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങും നടന്നു. ये सुनिश्चित करेंगे कि जिन्होंने भी भारतीय जनता पार्टी के कार्यकर्ताओं की हत्या की है उनको कठोर से कठोर दंड दिया जाए. മാരാർജി സ്മാരക ട്രസ്റ്റിലെ 5 അംഗങ്ങളിൽ ഒരാളായ PP മുകുന്ദൻ മാത്രം ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല. ക്ഷണിക്കാത്തതിലുള്ള അതൃപ്തി അറിയിച്ച് കഴിഞ്ഞ ദിവസം PP മുകുന്ദൻ കുമ്മനം രാജശേഖരന് കത്തയച്ചിരുന്നു. രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തെ ഗുജറാത്ത് ആക്കാനാണ് അമിത് ഷായുടെ ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. CPM RSSന് മുന്നിൽ കീഴടങ്ങില്ല. RSSനോടുള്ള കോൺഗ്രസിന്റെ മൃദു സമീപനം ഇതുവരെ മാറിയിട്ടില്ലെന്നും കോടിയേരി ഡൽഹിയിൽ പറഞ്ഞു. സംഘർഷങ്ങൾ തീരെ ഇല്ലാത്തൊരു സംസ്ഥാനം എന്നുള്ള പേര് കേരളത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ RSS സംഘർഷമുണ്ടാക്കാനും കലാപമുണ്ടാക്കാനും നടക്കുന്ന നീക്കത്തിനെതിരെ കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ബോധവാന്മാരാണ് എന്നതുകൊണ്ടാണ് അത് നടക്കാത്തത്. ഈ സ്ഥിതി അട്ടിമറിച്ച് കേരളവും ഒരു ഗുജറാത്തിനെ പോലെ ആക്കുക എന്നുള്ളതാണ് ഈ അമിത് ഷാ ഉദ്ദേശിക്കുന്നത്. പള്ളിവാസലിൽ കൂറ്റൻ പാറകൾ അടർന്നു വീണ് അപകടമുണ്ടായതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ റിസോർട്ടുകൾ തുറക്കാൻ ശ്രമം. അപകടകരമായ വിധം പാറക്കല്ലുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണിത്. GSI നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി റിസോർട്ടുകൾ തുറക്കാൻ ഉടമകൾ അപേക്ഷ നൽകി. എന്നാൽ പേരിന് ചില നടപടികൾ മാത്രമാണ് സുരക്ഷയ്ക്കായി റിസോർട്ടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അടർന്നു വീഴാൻ കാത്തിരിക്കുന്ന ഒരു 100 പാറക്കെട്ടുകളെങ്കിലും തലയ്ക്ക് മീതെ നിൽക്കുമ്പോഴാണ് റിസോർട്ടുകൾ തുറക്കണമെന്ന ആവശ്യവുമായി ഉടമകൾ ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചിരിക്കുന്നത്. പാറ അടർന്നുപോയ ഭാഗത്ത് ഇരുമ്പ് കമ്പി നെറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൂറ്റൻ പാറക്കെട്ടുകൾക്ക് താഴെ ചെറിയ കയ്യാലത്താങ്ങ്. വലിയ അപകട സാധ്യതയുള്ള പ്രദേശത്ത് വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ഇത്രയൊക്കെ മതിയോ? കഴിഞ്ഞ ദിവസത്തെ മഴയിലും പാറകൾ അടർന്നു വീണെന്ന് റിസോർട്ട് ജോലിക്കാരന്റെ വെളിപ്പെടുത്തൽ.
ഈ നമ്മളങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് അവിടെ ആ വീണ് കിടക്കുന്ന കല്ല് പുതിയതായിട്ട് ഇന്നലെ വേണോ? ഇന്നലെ വിളഞ്ഞതാ രാവിലെ ആ കല്ല് ആണല്ലേ? അതാണ് ഞാൻ അവർക്ക് ഇന്നലെ വിളുന്ന കല്ലാണ് ഉരുണ്ട് വന്നിച്ചില്ലേ. അത് വന്നിട്ട് നെറ്റ് അടിക്കാൻ പറ്റും. എന്നാ നെറ്റാ? മറ്റേ വള കമ്പി കമ്പി വള ഉണ്ടല്ലോ, ഈ വണ്ണത്തിലുള്ള കമ്പിയാണ് ഇത്. ഈ കമ്പി ഏതാ? ഇത് എന്താ ഉണ്ടല്ലോ, ആ വണ്ണത്തിലുള്ള ചെറിയ കമ്പി. അത് ഈ കമ്പിട്ട് ആ കമ്പിലാണ് വലിക്കുന്നത്. രാഷ്ട്രീയ ബിസിനസ് മേഖലയിലെ വമ്പന്മാരുടെ ബിനാമികൾ നടത്തുന്ന റിസോർട്ടുകളുടെ നിർമ്മാണവും പ്രവർത്തനവും പാറയടർന്നു വീണ് അപകടമുണ്ടായതിന് പിന്നാലെ നിർത്തിവയ്പ്പിച്ചിരുന്നു. പരിശോധനകൾ പൂർത്തിയാക്കി അനുകൂല റിപ്പോർട്ടുകൾ ചമച്ച് പ്രവർത്തനാനുമതി നൽകാൻ ജില്ലാ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ഏറുകയാണ്. അടർന്നു വീഴാറായി എന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ഇത്തരത്തിലുള്ള കൂറ്റൻ പാറകൾക്ക് താഴെ ഒരു കയ്യാലക്കെട്ട് നിർമ്മിക്കുകയോ ചെറിയ കമ്പി കൊണ്ട് ഇരുമ്പ് നെറ്റ് സ്ഥാപിക്കുകയോ ആണ് ഉടമകൾ ടൂറിസ്റ്റുകൾക്കായി ചെയ്തിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് താഴെയുള്ള 2 റിസോർട്ടുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷ നൽകിക്കഴിഞ്ഞു. രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ അത് നേടിയെടുക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് ഉടമസ്ഥർ ഇപ്പോൾ നടത്തുന്നത്. പള്ളിവാസലിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം ജീഫ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്. ബ്രിട്ടനിൽ വീണ്ടും ഭീകരാക്രമണം. ലണ്ടൻ ബ്രിഡ്ജിൽ കാൽനട യാത്രക്കാർക്ക് നേരെ വാഹനം ഇടിച്ചു കയറ്റിയായിരുന്നു ആദ്യ ആക്രമണം. സമീപത്തെ ബോറോ മാർക്കറ്റിലെ റെസ്റ്റോറന്റിൽ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അക്രമി നിരവധി പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ 3 അക്രമികൾ ഉൾപ്പെടെ 9 പേർ മരിച്ചു. ഈ വർഷം ഇത് 3ാം തവണയാണ് ഭീകരാക്രമണത്തിൽ ലണ്ടനും ലണ്ടൻ ബ്രിഡ്ജും വിറങ്ങിലിക്കുന്നത്. ലണ്ടൻ ബ്രിഡ്ജിലും സമീപത്തെ ബോറോ മാർക്കറ്റിലുമാണ് മിനിറ്റുകൾക്കുള്ളിൽ വ്യത്യസ്ത ആക്രമണങ്ങൾ നടന്നത്. പ്രശസ്തമായ ലണ്ടൻ ബ്രിഡ്ജിൽ കാൽനട യാത്രക്കാരിലേക്ക് വാഹനം ഇടിച്ചുകയറ്റിയപ്പോൾ ബോറോ മാർക്കറ്റിലെ റെസ്റ്റോറന്റിൽ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അക്രമി കണ്ണിൽ കണ്ടവരെയെല്ലാം കുത്തിവീഴ്ത്തുകയായിരുന്നു. 2 സംഭവങ്ങളിലുമായി പരിക്കേറ്റ 30-ലധികം പേർ ചികിത്സയിലാണ്. ആക്രമണത്തെ IS സ്വാഗതം ചെയ്തിട്ടുണ്ട് എങ്കിലും സംഭവത്തിന് പിന്നിൽ ആരെന്നത് സംബന്ധിച്ച് സ്ഥിരീകരണത്തിനായി മെട്രോപൊളിറ്റൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ലണ്ടൻ ബ്രിഡ്ജ്, ബോറോ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നിയന്ത്രണം സുരക്ഷാ വിഭാഗം ഏറ്റെടുത്തു കഴിഞ്ഞു. ഭീരുത്വം കലർന്ന ഭീകരാക്രമണം എന്നാണ് സംഭവത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ വിശേഷിപ്പിച്ചത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോബ്ര ടീം ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ അടിക്കടി ഭീകരാക്രമണങ്ങൾക്ക് വേദിയാകുന്ന സാഹചര്യത്തിൽ കൈക്കൊള്ളേണ്ട അടിയന്തരവും ശാശ്വതവുമായ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. സംഭവത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ രൂക്ഷഭാഷയിൽ അപലപിച്ചു. ബ്രിട്ടന് എല്ലാവിധ സഹായങ്ങളുമായി അമേരിക്ക, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ലോകശക്തികളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. കത്തോലിക്ക യാക്കോബായ മെത്രാന്മാർക്കെതിരെ സ്പിരിറ്റ് ഇൻ ജീസസ്. പാപ്പാത്തി ചോലയിലെ കുരിശിനെ തള്ളിപ്പറഞ്ഞ സഭാമെത്രാന്മാർ പോഴന്മാരാണെന്ന് സ്പിരിറ്റ് ഇൻ ജീസസ് തലവൻ ടോം സക്കറിയ. കത്തോലിക്ക യാക്കോബായ സഭാ നേതൃത്വങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സ്പിരിറ്റ് ഇൻ ജീസസിന്റെ മുഖമാസികയിലെ ലേഖനത്തിലാണ് ടോം സക്കറിയയുടെ വിമർശനം. കത്തോലിക്ക യാക്കോബായ സഭാധ്യക്ഷന്മാരെ കണക്കറ്റ് വിമർശിക്കുകയും പരിഹസിക്കുകയുമാണ് ടോം സക്കറിയ തൻ്റെ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടനയുടെ മുഖമാസികയിലെ എഡിറ്റോറിയലിലൂടെ ചെയ്തിരിക്കുന്നത്. പാപ്പാത്തിച്ചോലയിലെ കുരിശിനെ തള്ളിപ്പറഞ്ഞ 2 സഭകളിലെ മെത്രാന്മാർ പോഴന്മാരെന്ന് ലേഖനം വിലയിരുത്തുന്നു. പുരോഹിതനോ മെത്രാനോ ആയതുകൊണ്ട് ക്രിസ്ത്യാനിയാകണമെന്നില്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവരാകണമെന്നും ടോം സക്കറിയ വ്യക്തമാക്കുന്നു. താൻ ഒരു പണവും സമ്പാദിക്കാത്തവനാണെന്ന് ലേഖനത്തിൽ ടോം സക്കറിയ വാദിക്കുന്നുണ്ട്. കയ്യേറ്റ കുരിശിനെ തള്ളിപ്പറഞ്ഞ മെത്രാന്മാർ സ്വർഗരാജ്യം കാണില്ലെന്നും ടോം സക്കറിയ തറപ്പിച്ച് പറയുന്നു. രാഷ്ട്രീയക്കാരും വിജാതീയരും കുരിശിനെ തള്ളിപ്പറയാനിടയാക്കിയത് കത്തോലിക്ക യാക്കോബായ മെത്രാന്മാരുടെ നിലപാട് മൂലമാണെന്നും ടോം സക്കറിയ വാദിക്കുന്നുണ്ട്. കുരിശിനെ വിമർശിച്ച യാക്കോബായ മെത്രാനെ പട്ടുവസ്ത്രവും സുഭിക്ഷഭോജനവുമായി കഴിയുന്നവനെന്നാണ് ടോം സക്കറിയ വിശദീകരിക്കുന്നത്. കുരിശ് തകർക്കപ്പെടും മുമ്പ് ദിവ്യജ്യോതിസ് കയ്യേറ്റ കുരിശിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന അവകാശവാദവും അത് സ്ഥാപിക്കാനായുള്ള ചിത്രവുമായാണ് മാസിക പുറത്തിറങ്ങിയിരിക്കുന്നത്. ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.